ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് ഫ്രീ ഫയർ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഫ്രീ ഫയർ എല്ലാവരും കളിക്കുന്ന സംഭവം തന്നെയാണ്. ഗൈസ് നമ്മളിന്ന് BR ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ മറക്കരുതേ. നമ്മളേക്ക് ഇപ്പോൾ 2 ഇമോട്ടേ ഉള്ളൂ. ഡബിൾ ക്രിയേറ്റ് പിണ്ടി എന്നുള്ള ബാനറുണ്ട്. പിന്നെ നമ്മൾ ലെവൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ 21 ആയിട്ടുണ്ട് കേട്ടോ. 1 2 3 ഫയർ ഗെയിമിംഗ് ആണ് നമ്മളത് പേര്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് മുന്നേറാൻ കഴിയുക. ഓക്കെ, പ്ലീസ്. നമ്മളിങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കുന്നത്. നിങ്ങൾ CS ഏതാണ് ഹീറോക്ക് അടിച്ചിരിക്കുന്നത്, ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അയക്കണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഈ വീഡിയോൻ്റെ ഞങ്ങൾ ഇതിലും BRലൊക്കെ ഏതായി നോക്കാം. എൻ്റെ BRൽ ഇപ്പോൾ സിൽവർ 2 ആണ്. ഇനി കുറച്ചും പാടെ ആയ സിൽവർ 3 ആവും. നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഫ്രീ ഫയർ എല്ലാവരും കയറ്റി വെക്കും കേട്ടോ. കയറ്റാത്തവരൊക്കെ ഫ്രീ ഫയർ ഒന്ന് നല്ലൊരു ഗെയിം പ്ലേ ആണിത്. നമ്മൾ സാധാരണ ഫോണിലും മതി, സ്മാർട്ട് ഫോണിലും മതി, നല്ലൊരു ഗെയിമാണത്. ഇതിനെപ്പറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരിതാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ. നമുക്ക് കളിക്കാനൊന്നും അറിയില്ല, എന്നാലും പൊട്ടിക്കാൻ നമ്മളിങ്ങനെ താവിട്ട ഞാൻ പറഞ്ഞ മാതിരി താവും എപ്പോഴും. നമ്മളിതാ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് പോവുകയാണ്. എൻ്റെ ഇത് ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എവിടെ ചാടേണ്ടതെന്ന് ശരിക്കും അറിയില്ല. ഞാൻ ഇപ്പോൾ ഫ്രീ ഫയർ കയറ്റി തുടങ്ങിയിട്ട് 1 മാസം 1.5 മാസം ആയിട്ടുള്ളൂ. എനിക്ക് അതിനെ പറ്റി വലിയൊരു പിടുത്തം ചെയ്യാം. നമ്മൾ മില്ലിലാണ് ചാടിയിട്ടുള്ളത്. മില്ലിൽ കുറേ എനിമീസ് ചാടുന്നുണ്ട് ഗൈസ്. കണ്ടില്ല ഞങ്ങൾ 4 പേരുള്ളൂ, ബാക്കിയൊക്കെ എനിമീസാണ്. അവിടെയൊക്കെ എനിമീസ് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതാ കണ്ടില്ല, എനിമീസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. എൻ്റെ പൗതിയോളം ലൈഫ് പോയി. അതാണ് പറയണത് എനിക്ക് കളിച്ചറിയില്ലാന്ന്. ശരിക്കും പറയാൻ എനിക്ക് കളിച്ചറിയില്ല കേട്ടോ. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നത് കളിക്കാനായിട്ട്. ഇനി ഇവിടെ നമ്മളിതാ ഒക്കെ പോകും. നമുക്ക് പോവാം. നമ്മളൊരാളതായിട്ട് ഇവിടെ എനിമി കാണിക്കുന്നുണ്ട് കേട്ടോ. എനിമിൻ്റെ ഇവിടെ ബാക്കിൻ്റെ എനിമി ഉണ്ട്. പോയേക്കാം. എനിമിയുണ്ട്. പ്ലീസ് ഈ കളി കഴിയുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പ്ലീസ്. നിങ്ങളോട് ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നില്ല, എനിക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മളെ ഫ്രീ ഫയർ പാർട്ട് 1 ആണ് കേട്ടോ ഗേസ്. 1 ഗേസ് നമുക്ക് നമ്മുടെ ലൈഫ് കൂട്ടാം. എനിക്ക് അവിടെ നിന്ന് അടി കിട്ടി. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഗെയിമിങ്ങിൽ പാർട്ട് 1 ആണ്. ഗെയിമിങ്ങിൽ ഫ്രീ ഫയറിൽ പാർട്ട് 1 ആണ് നമ്മളിത് ഇട്ടിട്ടുള്ളത്. പാർട്ട് 2 അങ്ങനെ ഇടാണ്ട്. പക്ഷേ മറ്റൊടത്ത് നടി വരുന്നുണ്ട്. 2 ആൾ എന്നെ കൂട്ടിയടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഒന്ന് പറ്റുക. നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എപ്പോഴും താവുന്നു. നമ്മൾ ടീമുണ്ട് കേട്ടോ ദിവസം. നമ്മൾ ടീമെല്ലാം കൊടുക്കുന്നുണ്ട്. ആരും മറക്കണ്ട കേട്ടോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ. പെട്ടെന്ന് ചെയ്തോളി. ഞാൻ പറയാണ്, 50 സബ്സ്ക്രൈബർ ആയാൽ നമ്മളൊരു ഗിവ് അവേ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും 50 സബ്സ്ക്രൈബർ ആക്കി നമ്മളൊരു ഗിവ് അവേ, ഒരു വമ്പൻ ഗിവ് അവേക്കാണ് നമ്മൾ ഇടുന്നത്. എല്ലാവരും അതിനെ 50 സബ്സ്ക്രൈബർ ആക്കുക പ്ലീസ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടും എനിക്ക് വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട്
എല്ലാവരും ഒന്ന് ഇത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോഴാണ് നമ്മൾ CS ഒക്കെ കളിക്കുമ്പോൾ ഇതാ ഇവിടെ ഈ സ്ഥലത്താണ് ഇത് വരില്ല കേട്ടോ. എനിമി ഒരു സ്ഥലങ്ങളിൽ കേട്ടോ സാധനമില്ല. അപ്പം നമ്മൾ കളിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കളിക്കൊക്കെ വെക്കും, പക്ഷെ പിന്നെ താവുന്നുള്ളൊരു പേടി. അപ്പം അടുത്തത് അത് കളിക്കേണ്ടത് ഇത് BR ആണ്. അപ്പോൾ അടുത്തത് അത് CS ആണ്, ലോ ഓഫ് ആണോ, 1v1 ആണ്, 2v2 ആണ്, ക്ലാഷ് കോഡാണ്, ഏത് കളിക്കേണ്ടതെന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. അത് നിങ്ങൾ അനുസരിച്ച് ഞാൻ കളിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റിൽ ബോക്സിൽ പറയുക. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു വമ്പൻ ഗിവ് ആയിട്ട് വരും. അതിന് 50 സബ്സ്ക്രൈബർ ആയാലേ ഗിവ് നടത്തുകയുള്ളൂ കേട്ടോ. ഫ്ലൈറ്റ് പോയി എനിക്കിവിടെ ഇറങ്ങേണ്ട ശരിക്ക് അറിയില്ല കേട്ടോ. എപ്പോഴും പറയാണ് അതുകൊണ്ട് ഫ്ലാഗ് വേറെ ആൾക്ക് കൊടുക്കുക കേട്ടോ. ഇറങ്ങേണ്ട അറിയാത്തോണ്ടാണ്. ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിതാ പീക്കിലാണ് ഇറങ്ങിയിട്ടുള്ളത്. പീക്ക് തന്നെയല്ലേ? പീക്കിലല്ലേ തന്നെ? അതന്നെ പീക്കിൽ തന്നെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ പീക്കിൽ എനിമീസ് അധികം ഉണ്ടാവലുണ്ട് പീക്കിൽ. കേസ് പിന്നെ വേറെ സന്തോഷ വാർത്ത, ഫ്രീ ഫയർ കളിക്കുന്ന അഡിക്റ്റായ എല്ലാവർക്കും പറയാനുള്ളത്, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് എത്രാം തീയതിയാണ്? 23 ജൂൺ 2026 ട്യൂസ്ഡേ ആണ് ഈ വീഡിയോ ഇട്ടതെങ്കിൽ നാളെ 24 ജൂൺ 2026 വെനസ്ഡേ നമ്മുടെ ഫ്രീ ഫയറിലെ പീക്ക് പുതിയ പീക്കല്ല ഇന്നത്. ആ പീക്ക് മാറിപ്പോൾ ഓൾഡ് പീക്ക്, പണ്ടത്തെ പീക്കാകാൻ പോവാണ്. അതാണ് എല്ലാവർക്കും സന്തോഷ വാർത്ത എന്നറിയുന്നു. പണ്ടത്തെ പീക്ക് നാളെ ആകും, ഓൾഡ് പീക്കാവും. അപ്പോൾ എല്ലാവരും ഫ്രീ ഫയർ കളിക്കുക. എല്ലാവരും ഫ്രീ ഫയർ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കണ്ട് കളിക്കുക. അറിയാത്തവർക്ക് ഇതിന് കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആ വീഡിയോ കാണുക. എങ്ങനെയാണ് ഫ്രീ ഫയർ കളിക്കേണ്ടത്, അങ്ങനെ ലെവൽ കൂടാൻ എന്തൊക്കെയാണ് കളിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഒരു 10 സബ്സ്ക്രൈബർ ആയാൽ നമ്മൾ ആ വീഡിയോ ചെയ്യും. അപ്പോൾ നമ്മൾ 7 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. ഒരു 3 സബ്സ്ക്രൈബർ ആവും. വെറും 3 ആയാൽ നമ്മൾ ഇത് ചെയ്യുന്നതാണ് കേട്ടോ. ഈ വീഡിയോ ഫ്രീ ഫയറിനെ പറ്റിയുള്ള അധികം വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ കളിക്കാറില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളിവിടെ നിന്ന് കളി കാണാനില്ല. പിന്നെ നമ്മളത് പോയില്ലേ. നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ എത്ര സമയമാണ് ഫോണ് ഫ്രീ ഫയർ കളിക്കാൻ ഉപയോഗിക്കുന്നത് എന്നൊന്ന്, ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് എത്ര സമയമാണ് നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് ഒന്ന് പറയുക കേട്ടോ, പ്ലീസ് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ പിന്നെ നമ്മളിത് പീക്കിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് പീക്ക് കാണാൻ പോകേണ്ടത് ഡേവിഡാ. പീക്കിൻ്റെ ഇങ്ങോട്ട് നമുക്ക് പോവാം. ഈ പീക്കിന് നല്ല മാനത്തേക്ക് പോവാം. പക്ഷെ ഇവിടുന്ന് നമ്മൾ ചാവുന്നുള്ളൊരു പേടിക്ക് കുറച്ചുണ്ട്. ചാവിക്കാൻ ഏതായാലും ഉണ്ടോ ഇപ്പം തന്നെ അടി കിട്ടുകയാണ്. പിന്നെ എങ്ങനെ നമ്മൾ ചാവാതിരിക്കാം? ഒരടി കിട്ടിയിട്ടുള്ളൂ, ഇനി കിട്ടുമോയെന്ന് അറിയില്ല. ഒരു എനിമി നമ്മൾ നമ്മൾ കാട്ടുന്നത് നമുക്കറിയാം. അവിടെ ഒരു എനിമി ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് അതാ ചാടിക്കൂടി അവിടുന്ന് ഇതെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ആനിമനെ താത്തി ഇവിടെ ഒരു എനിമിൻ്റെ എനിമി താക്കുക നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് വീഡിയോ നമ്മൾ ഫ്രീ ഫയർ കളിക്കണ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യണം, അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇത് നല്ല പണിയായിട്ട് ചെയ്യാൻ നമ്മൾ ചത്ത് കേസ്. അപ്പോൾ നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്ര വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഫ്രീ ഫയർ ആദ്യമായിട്ട് കേട്ടിട്ടവരാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് കളിച്ചോളൊന്നും നിങ്ങൾക്ക് കുറച്ച് കാര്യമെങ്കിലും ഫ്രീ ഫയറിനെ പറ്റി മനസ്സിലാവും. പിന്നെ കുറച്ച് അക്ഷയ് വാക്സിൻ്റെ ഒക്കെ ലൈവ് ഇങ്ങനെ കണ്ടാൽ മതി. ഗെയ്സ് നമ്മൾ ചത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് തരുന്നല്ലേ, പാവത്തിനൊരു ലൈക്കും സബ്സ്ക്രൈബും മാത്രം മതി. കമൻറ്റ് വേണം കേട്ടോ നിങ്ങൾക്ക്. ഈ വീഡിയോക്ക് ഇപ്പോൾ 30 ലൈക്കും പിന്നെ 5 കമൻറ്റും കിട്ടണം. നമ്മളൊരു ഗിവ് അവേ എടുത്തിട്ട്, ചെറിയ ഗിവ് അവേ. വലിയ ഗിവ് അവേ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 50 സബ്സ്ക്രൈബർ ആക്കുക. പിന്നെ 7 സബ്സ്ക്രൈബറേ ഉള്ളൂ, 5 സബ്സ്ക്രൈബർ ആക്കിയാൽ ഗിവ് അവേ ഉറപ്പാട്ടോ ഗേസ്. നമ്മളിപ്പോൾ 20 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല കുറേ മിനിറ്റ് അങ്ങനെ വേണമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ നമ്മളിതാ വീഡിയോകൾ കുറേ ഇട്ട് തരും. നിങ്ങൾക്ക് പഠിക്കാനാണ്, ഫ്രീ ഫയർ പഠിക്കാനാണുള്ളത്. നിങ്ങൾ 10 ലെവലായാൽ നിങ്ങൾക്ക് ഞാൻ 10 ലെവലൊക്കെ ആയാൽ സുഖമാണ്. 10 ലെവൽ വരെ കുറച്ച് സുഖമാണ്. പിന്നെ അവിടെ നിങ്ങൾ കുറച്ച് ഈസി ഇതായിക്കാരം, ഹാർഡും ആയിരിക്കാരം. നല്ല ഹാർഡല്ല, ഇത്തിരി ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പ്രശ്നം മാറും. ഫസ്റ്റ് കളിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ, കളിച്ചവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് കളിച്ച് പഠിക്കൽ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു കളിച്ച് 1.5 മാസമായിട്ട് അങ്ങനെ കളിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഇപ്പോൾ ഈ നിലയിലെത്താൻ പറ്റി. അതുകൊണ്ട് എല്ലാവരും ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ഇതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി പഠിച്ച് നോക്കും. ഓക്കെ. പിന്നെ ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആണെങ്കിൽ നിങ്ങൾ 10 സബ്സ്ക്രൈബർ ആയാൽ ഞാൻ ഇതിന് ഫുള്ള് ഇത് ഇട്ടുതരാൻ പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങളിത് ഡീറ്റെയിൽ വേണമെങ്കിൽ ഇതിന് ഫുള്ള് ഇതാക്കിയാൽ മതി. 10 സബ്സ്ക്രൈബർ ആക്കിയാൽ ഞാൻ ഇട്ടുതരും. ഇപ്പോൾ 7 സബ്സ്ക്രൈബർ 3 സബ്സ്ക്രൈബറുമായി ഫുൾ ഡീറ്റെയിൽ ഇട്ടുതരും. ഓക്കെ. ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരും. ഓക്കെ. പ്ലീസ് നമ്മൾ കളി നിർത്തിയ നമ്മളെ കൊണ്ട് ഇറങ്ങിയാൽ തോൽക്കുക. പിന്നെ നമ്മളെന്തിനാ ഇറങ്ങണേ? തോൽക്കുന്നുണ്ടോ പരമാവധി, അല്ലാതെ ചിലവർക്ക് തോൽക്കും. പീക്കിൽ അധികം നമ്മൾ പീക്കിലാണ് കേട്ടോ എനിമീസ് ഉണ്ടാവില്ല. ഞാൻ അതിൽ കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫ്രീ ഫയർ എന്ന് വെച്ചാൽ അത്ര ടഫുള്ള ഒരു സംഭവമാണെന്ന് ആരും വിചാരിക്കണം. ചിലർ കളിച്ചിട്ട് കണ്ടുകൊണ്ട് ചിലർ പറയും നല്ല ടഫല്ലടത്ത് കളിക്കാൻ, നിങ്ങളൊക്കെ എങ്ങനെ കളിക്കണറിയാണ്ട് ഒരു ഇതുണ്ടാവില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളങ്ങനെ ഇൻട്രസ്റ്റ് വേണം, നല്ല ഇൻട്രസ്റ്റ് വേണം. ഗെയിമിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് വേണം. അത് നിങ്ങൾ അവർ കളിക്കണ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് വരില്ല. എന്താ വെച്ചാൽ കളിക്കണ നോക്കല്ലേ. നിങ്ങളൊന്ന് കളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യം സിമ്പിളിൽ നിന്ന് ഇങ്ങനെ പോയി ഇതാവും. അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ കളിച്ച് പോവാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കളിച്ച് പോവുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നോക്കൂ.
അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടീം കളിച്ചോടും. ബ്ലൂ ആളെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഇന്നലെ നമ്മുടെ ഫ്രീ ഫയറിൽ ഇത് വന്നു, 9ാമത്തെ ആനിവേഴ്സറി. പിന്നെ എല്ലാവർക്കും ഫിഫ വേൾഡ് കപ്പാണല്ലോ ഇപ്പം നടക്കണത്. അപ്പോൾ എല്ലാവരും ഏതൊക്കെ ടീം നോക്കുന്ന കമൻറ്റ് ബോക്സിൽ പറഞ്ഞോണ്ടൊക്കെ. എല്ലാവരും തന്നെ ഇതാക്കി നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ഗെയിം തന്നെയാണ്. അധികം ചിലവൊന്നും വരില്ല, പൈസ ഒന്നും കൊടുക്കേണ്ട തരും. കുറച്ച് ജാമ്പിയൊക്കെ ഉള്ളൂ പഠിക്കുന്നുണ്ട്. ഫോൺ ഹാക്കാവുക ആ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കാട്ടണ അറിയാം. പൊട്ടെനിക്ക് ബാക്കിൽ എനിമുള്ളത് അറിയില്ല, അങ്ങനെ മണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലം എനിമിന് പോകും. ബാക്കിൽ നിന്ന് വെടി വരുന്നുണ്ട്, ഞാൻ എനിമി അറിയണില്ല. ഇവൻ ഈ കുതിരെടുത്താണ്ട് പോണെന്നോ ഒത്ത പോണേ സോണിക്ക്. ഈ പൊട്ടനാണ് ഇവന് സോണിക്കത്ത് പോണേ. ആരെ പൊട്ടൻ സോണിക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടന്മാരാണ് സോണിക്ക്. പക്ഷെ കുറെ കില്ലിട്ട് അത്ത പോണേ. ഇവൻ സോണിക്കാണല്ലോ മനപ്പുറം ചാവാൻ പോവാ. ഓ ഇങ്ങനെ എടുക്കണ്ട, ചാവന്നോ എനിക്ക് എന്തെടുക്കാനാണോ ഇവിടുന്ന്? ഇതൊട്ട് എടുക്കാനാണ് അവൻ ചാവണത്. സോണെടുക്കാണ്ട് അവിടെ പോയൊക്കെ എടുക്കണം. ഇവിടെയൊക്കെ സാധനങ്ങളുണ്ടാവും, അതാ ഇതൊക്കെ എടുത്തിട്ട് പോകും. ഭൗതിക ചാവണോ? ഒരുമാതിരി ചടപ്പ് കളിയാണ് കളിക്കണത്. ഇങ്ങനെ ആണ്ട് പോയി കളിക്കണേ, ശരിക്കും കളിച്ചൂല. ഫൈനൽ ഫൈറ്റാണിത്, ഫൈനൽ ഫൈറ്റാണ്. ആ ആളും പാടാണ്ട് എനിമീനാണ് തീർത്താൽ പിന്നെ ബൂയി അടിച്ചു. അതിൻ്റെ അടിയിൽ നമ്മളൊരു ഫ്രണ്ട് ഇത് റിക്വസ്റ്റ് ഇടണേ, നിജുവിനെ പോലെ പറഞ്ഞിരുന്നു. വിളിച്ച് ചാവിക്കാലോ കളിക്കണുണ്ട്. അപ്പോൾ ഇവനിതാ, ഇവത് സോണിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇവിടെ നിന്ന് അടി കിട്ടും ഉറപ്പാണ്. ഇവിടെ അനിമുണ്ട് പറഞ്ഞേ, എന്തായാലും ഇവിടെ നിന്ന് പോവും. ഇവിടെ നിന്ന് തെക്കാൻ നോക്കും. അനിമിൻ്റെയൊക്കെ ഒന്ന് അടി കിട്ടത്. അപ്പോൾ ഇവിടെ അനിമുണ്ട് നോക്കിയിട്ട് താക്കാൻ പറ്റും. ഏകദേശമൊക്കെ ചെയ്യാനായി. എനിമിനൊക്കെ തീർത്താൽ നമ്മളെ കളി കഴിഞ്ഞു. ഫൈനൽ ഫൈറ്റാണ്, 5 ആള്. ഗെയ്സ് അവിടെയാണ് ഫുൾ എനിമി നിൽക്കുകയാണ്. നമ്മളുണ്ടാവും ഗെയ്സ്. അങ്ങനെ ബൂയി അടിച്ചിട്ടുണ്ട് ഗെയ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൂയി അടിച്ചിട്ടുണ്ട് ഗെയ്സ് നമ്മൾ. അപ്പോൾ ഏകദേശം വീഡിയോ ഒക്കെ തുടങ്ങിയല്ല ഗീഞ്ഞു ഗെയ്സ്. നമ്മൾ സിൽവർ 2 ഉള്ളത് കുറച്ച് മണി കൂടാൻ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സിൽവർ 3 ആയി. അപ്പോൾ നമുക്ക് ക്ലോസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഏതാണ് കളിക്കേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ലൈക്ക് പറയണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.